നിന്ന് തിരികെ വന്ന് ട്രേഡിംഗ് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഈ വീഡിയോ നിർബന്ധമായി കാണുക. ഈ വീഡിയോയുടെ അവസാനം ട്രേഡിംഗ് ബിസിനസ് നല്ലവണ്ണം അറിയുന്നവർക്ക് കൈ നിർത്തിയാതെ മീൻ പിടിക്കാനുള്ള ഒരു വഴി കൂടി പറയുന്നുണ്ട്. മെസ്സിയല്ലേ? ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഗൾഫിൽ ഒരു 15 20 അല്ലെങ്കിൽ 25 വർഷം ജോലി ചെയ്തു. അവിടെ നിങ്ങൾ ഉണ്ടാക്കിയ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? പണമല്ല, നിങ്ങളുടെ കോണ്ടാക്റ്റുകളാണ്. പക്ഷെ ആ കോണ്ടാക്റ്റുകൾ ഉപയോഗിച്ച് ഒരു ട്രേഡിംഗ് ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ തീരുമാനിക്കുന്നു. ഇന്ത്യയിലോ ചൈനയിലോ ഒരു നല്ല സപ്ലയറെ കണ്ടെത്താൻ മാസങ്ങളോളം യാത്ര ചെയ്യുന്നു, ഫാക്ടറികൾ സന്ദർശിക്കുന്നു, വിലയൊക്കെ ചർച്ച ചെയ്യുന്നു, വിശ്വാസമുള്ള ഒരു സപ്ലയറെ കണ്ടെത്തുന്നു. എല്ലാം അടിപൊളിയാണ് അല്ലെ? ഗൾഫിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു കസ്റ്റമറെയും കണ്ടെത്തുന്നു. ആദ്യ ഓർഡർ റെഡി, എല്ലാം നല്ല രീതിയിൽ പോകുന്നു എന്ന് കരുതുന്ന സമയത്ത് ഒരു ദിവസം നിങ്ങൾ അറിയുന്നത് എന്താണ് എന്ന് വെച്ചാൽ, നിങ്ങളെ ഒഴിവാക്കി സപ്ലയറും കസ്റ്റമറും നേരിട്ട് ബിസിനസ് ആരംഭിച്ചു. ഇപ്പോൾ നിങ്ങൾ ആരായി? നാടൻ ഭാഷയിൽ പറഞ്ഞ ശശിയായി അല്ലെ? നിങ്ങളുടെ മാസങ്ങളായിട്ടുള്ള കഷ്ടപ്പാടിന് ഒരു വിലയില്ല. നിങ്ങളുടെ ബിസിനസ്സോ, അതും പോയി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നൂറുകണക്കിന് പുതിയ ട്രേഡർമാർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകളെ കുറിച്ചിട്ടാണ്. ഈ ഒരു തെറ്റ് മനസ്സിലാക്കിയില്ലെങ്കിൽ ട്രേഡിംഗ് ബിസിനസ്സിൽ പിടിച്ചേക്കാൻ ഒരിക്കലും പറ്റില്ല. ഇപ്പോൾ ഗൾഫിൽ നിന്ന് ഒരുപാട് പേര് നാട്ടിലേക്ക് മടങ്ങി വരുന്നുണ്ട്. ചിലർ ജോലി നഷ്ടപ്പെട്ട്, മറ്റു ചിലർ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. പക്ഷേ പലരും പറയുന്ന ഒരു കാര്യം, എനിക്ക് ഗൾഫിൽ ഇഷ്ടം പോലെ കോൺട്രാക്ട് ഉണ്ട്, അപ്പോ ഒരു ട്രേഡിംഗ് കമ്പനി തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നു. അവരുടെ പ്ലാൻ വളരെ ലളിതമാണ്. ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി GCC രാജ്യങ്ങളിലേക്ക് വിൽക്കുക, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ഗൾഫിൽ വിതരണം ചെയ്യുക. കേൾക്കുമ്പോൾ വളരെ എളുപ്പം തോന്നും. പക്ഷേ ഈ ബിസിനസ് ഒരു നിശബ്ദമായിട്ടുള്ള ഒരു ശത്രുവുണ്ട്. അത് പലർക്കും അറിയില്ല. മിക്ക ആളുകളും കരുതുന്നത് വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കസ്റ്റമറെ കണ്ടെത്തുക എന്നുള്ളതാണ്. പക്ഷെ അല്ല. മറ്റു ചിലർ കരുതുന്നത് എന്താണ്? മുതൽ മുടക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിലും അത്ര വലിയ മുതൽ മുടക്കൊന്നുമല്ല, അപ്പൊ അതുകൊണ്ട് അതുമല്ല അല്ലെ? പക്ഷേ ട്രേഡിംഗ് ബിസിനസ്സിലെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴാണോ ഒരു ആവശ്യമില്ലാത്ത ആളായി മാറുന്നത് അന്നാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. സപ്ലയറിന് കസ്റ്റമർ അറിയില്ല, കസ്റ്റമറിന് സപ്ലയർ അറിയില്ല. അവരെ പരിചയപ്പെടുത്തുന്ന ആരാണ്? നിങ്ങളാണ്. അവർ തമ്മിൽ നേരിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, ഇനിയിപ്പോ അയാളെ നമുക്ക് ഒഴിവാക്കിയാലോ? ഇതാണ് ആയിരക്കണക്കിന് ട്രേഡർമാർ നേരിടുന്ന യഥാർത്ഥ പ്രശ്നം. അവർ പരാജയപ്പെടുന്നത് അവർക്ക് അറിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മടിയന്മാരായതുകൊണ്ടോ അല്ല. അവർ ഒരു സിസ്റ്റമാറ്റിക് ആയി ബിസിനസ്സായി അതിനെ കാണാത്തതുകൊണ്ടാണ്. രണ്ട് വ്യക്തികളെ മാത്രം ബന്ധിപ്പിച്ചു. ഈ ഒരു കാര്യം ജീവിതത്തിൽ ഓർക്കണം. ആളുകൾ നിങ്ങൾക്ക് പണം നൽകുന്നത് രണ്ടുപേരെ പരിചയപ്പെടുത്തുന്നതിനല്ല. നിങ്ങളെ ഒഴിവാക്കിയാൽ അവർക്ക് നഷ്ടമുണ്ടാകുമെന്ന വിശ്വാസത്തിലേക്കാണ് നിങ്ങൾ എത്തിക്കേണ്ടത്. അതാണ് ഒരു ബ്രോക്കറും ഒരു യഥാർത്ഥ ട്രേഡും തമ്മിലുള്ള വ്യത്യാസം. ഇനി നിങ്ങളുടെ ട്രേഡിംഗ് ബിസിനസ് എങ്ങനെ സംരക്ഷിക്കാമെന്ന് നോക്കാം. ഒന്നാമത്, ഏറ്റവും പ്രധാനപ്പെട്ട, ഉൽപ്പന്നം വിൽക്കരുത്. നിങ്ങൾ വിൽക്കേണ്ട വിശ്വാസമാണ്. സാധനത്തിന് വില പറയുന്ന എല്ലാവർക്കും അറിയാം അല്ലെ? പക്ഷേ ഗുണനിലവാരം ഉറപ്പാക്കാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. ഫാക്ടറി പരിശോധിക്കുക, ഗുണനിലവാരം പരിശോധിക്കുക, പ്രശ്നമുണ്ടെങ്കിൽ ഉടൻ പരിഹരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ട്രേഡർ അല്ല, ഒരു വിശ്വസ്ത പങ്കാളിയായാണ് മാറുന്നത്. രണ്ടാമത്, നിങ്ങളുടെ വിവരങ്ങൾ സംരക്ഷിക്കുക. ആദ്യം ചെയ്യേണ്ടത് ഒരു NCA സൈൻ ചെയ്യുകയാണ്. ആദ്യ ദിവസം തന്നെ എല്ലാവരുടെയും ഫോൺ നമ്പറും ഇമെയിലും പങ്കു. അത് ആരും ചെയ്യില്ല എന്നല്ല, ഒരിക്കൽ കൂടി പറയാണ് ഞാൻ. ബിസിനസ്സിൽ വിവരങ്ങൾ ഒരു ആസ്തിയാണ്. അവ പങ്കിടേണ്ട സമയം തിരിച്ചറിയുക. മൂന്നാമത്, കരാറുകളും SOPയും കൃത്യമായി ഉണ്ടാക്കുക. എല്ലാം വാക്കുകൾ തീരുമാനിക്കുന്ന കരാറുകൾ ആകരുത്. ഗുണനിലവാര പരിശോധനകൾ കൃത്യമായ SOP ഉണ്ടാക്കുക. പേയ്മെന്റ് നിബന്ധനകൾ വ്യക്തമായി രേഖപ്പെടുത്തുക. ഓരോ ഘട്ടത്തിനും വിശദമായി എഴുതി SOP വേണം. പീപ്പിൾ ഫെയിൽസ്, സിസ്റ്റം സക്സീഡ്സ് എന്ന് കേട്ടിട്ടില്ലേ? നാലാമത്, നിങ്ങളെ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള മൂല്യം സൃഷ്ടിക്കുക. ഷിപ്മെന്റ് വൈകിയാൽ ആരാണ് പരിഹരിക്കുക? കൺസംഷൻ പ്രശ്നമുണ്ടെങ്കിൽ ആരാണ് ഇടപെടുക? ഗുണനിലവാരത്തിൽ, ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആരാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക? എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരമാകാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ നിങ്ങൾ ആർക്കും ഒഴിവാക്കാൻ കഴിയില്ല. പിന്നെ അഞ്ചാമത്തേത്, ഇടപാടല്ല നടത്തേണ്ടത്, ബന്ധമാണ് നിർമ്മിക്കേണ്ടത്. കമ്മീഷൻ കിട്ടിയാൽ അപ്രത്യക്ഷനാണെന്ന് ബ്രോക്കർമാർ കണ്ടിട്ടില്ല. അതുപോലെ ആരുടെ ട്രേഡർ സപ്ലയറുമായി ബന്ധം നിലനിർത്തുക, കസ്റ്റമറായി ബന്ധം നിലനിർത്തുക, അവരുടെ വളർച്ചയിൽ പങ്കാളിയാവുകയും എല്ലാം ചെയ്യുമ്പോൾ നിങ്ങളൊരു ട്രേഡർ അല്ല, അവരുടെ ബിസിനസ് പങ്കാളിയെ മാറുകയാണ്. ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു പാഠം, 25 വർഷത്തിലേറെ ബിസിനസ് ലോകത്ത് പ്രവർത്തിച്ച എന്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. ട്രേഡിംഗ് ബിസിനസ്സിലെ യഥാർത്ഥ ഉൽപ്പന്നം കണ്ടെയ്നറിൽ ഉള്ള സാധനമല്ല, പക്ഷേ
നിങ്ങൾ നൽകുന്ന വിശ്വാസമാണ്. വിശ്വാസമാണ് എല്ലാം എന്ന് പറയില്ലേ, സമയത്തിന് ഡെലിവറി ലഭിക്കുമെന്നുള്ള വിശ്വാസം, ഗുണനിലവാരത്തിൽ യാതൊരു കോംപ്രമൈസും ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസം, എന്തെല്ലാം പ്രശ്നമുണ്ടായാലും നിങ്ങൾ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസം. ആ വിശ്വാസം നിങ്ങൾ നിലനിർത്തിയാൽ നിങ്ങളെ ആരും ഒഴിവാക്കാൻ ആഗ്രഹിക്കില്ല. ഇനി നിങ്ങൾക്ക് ട്രേഡിംഗ് നല്ലവണ്ണം ചെയ്ത് പഴക്കമുണ്ടെങ്കിലോ, കൈ നനയാതെ മീൻ പിടിക്കുന്ന പരിപാടി പറഞ്ഞില്ലേ, അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു ട്രേഡിംഗ് സ്പെഷ്യലൈസേഷൻ കോച്ചായി മാറുക. ട്രേഡിംഗ് നല്ലോണം അറിയുമെങ്കിൽ ഓൺലൈനായി ട്രേഡിംഗ് എങ്ങനെ ചെയ്യാം, എങ്ങനെ സപ്ലയറെ കണ്ടെത്താം, എങ്ങനെ കസ്റ്റമർ കണ്ടെത്താം, കസ്റ്റമറെ കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നല്ല SOP ഡെവലപ്പ് ചെയ്തെടുക്കുക, ഇതുപോലുള്ള റെക്കോർഡിംഗ് ക്ലാസ്സുകൾ എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യുക, ഇതുപോലുള്ള റെക്കോർഡ് ക്ലാസ്സുകളെല്ലാം നിങ്ങൾ അവിടെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും എന്താ സംഭവിക്കുക, ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് വേറെ എവിടെയും പോയിട്ട് ഓരോ ഓർഡർ തേടിയിട്ട് ഒന്നും നടക്കേണ്ട ആവശ്യമില്ല. ഒരു വെബിനാർ നടത്തുക, ആ വെബിനാർ നടത്തിയിട്ട് അതിനെങ്ങനെയാണ് ഒരു ട്രേഡിംഗ് നല്ല ട്രേഡറായി മാറുക, എങ്ങനെയാണ് ഇതെല്ലാം സപ്ലയറേയും കസ്റ്റമറെ കണ്ടെത്തുക, എങ്ങനെ നെഗോഷിയേറ്റ്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് സമ്പാദിക്കാൻ പറ്റും. കാരണം ഇത് ഡിജിറ്റൽ യുഗമാണ്, അറിയാമല്ലോ. അപ്പോൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ ആലോചിക്കുന്നവരാണെങ്കിൽ, ട്രേഡിംഗ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഇന്നത്തെ ഈ വീഡിയോയിലെ ഒരു വാചകം പ്രത്യേകം ഓർക്കുക. സപ്ലയറെ കണ്ടെത്താൻ എളുപ്പമാണ്, പക്ഷേ കസ്റ്റമറെ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഏറ്റവും ബുദ്ധിമുട്ട് എന്താണ്, നിങ്ങളുടെ ബിസിനസിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിർബന്ധമായി ലൈക്ക് ചെയ്യുക. ഈ ട്രേഡിംഗ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള ബിസിനസ് സിസ്റ്റംസ്, AI മാനേജ്മെന്റ്, ലാഭവർദ്ധന എന്നിവയെ കുറിച്ചെല്ലാം ഉള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ കല്യാൺജി. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.